വാർത്തകൾ തുടരുന്നു. ഒരു വർഗീയവാദത്തിനു മുന്നിലും കീഴടങ്ങാത്തതിന്റെ അംഗീകാരമാണ് UDF വിജയമെന്ന് VD സതീശൻ. പുതുയുഗം കേരളത്തിൽ ഉണ്ടാകുമെന്ന് വാക്കുകൊടുത്തിട്ടുണ്ട്. കേരളത്തെ ഒന്നാമതെത്തിക്കാനുള്ള പദ്ധതികളായി മുന്നോട്ടു പോകും. ടീം UDF മുന്നണി രാഷ്ട്രീയത്തിനുള്ള മാതൃകയാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ കാര്യം ഹൈക്കമാൻഡ് 2 ദിവസത്തിനകം തീരുമാനിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ഇത് കേരളത്തിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ്. നമ്മുടെ രാജ്യത്തോട് നമ്മുടെ കേരളം മതേതര കേരളമാണ് എന്ന് രാജ്യത്തോട് മലയാളികൾ നടത്തിയ പ്രഖ്യാപനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു വർഗീയവാദത്തിന്റെയും മുന്നിൽ കീഴടങ്ങാതെ എല്ലാ വർഗീയവാദത്തിനും എതിരായ ശക്തമായ സെക്യുലർ നിലപാടെടുത്തതിന്റെ അംഗീകാരം കൂടിയാണ് തന്നിരിക്കുന്നത്. ഞങ്ങളുടെ ടീം UDFന് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഇത്രയും വലിയ ഉജ്ജ്വലമായ വിജയം ടീം UDFന് സമ്മാനിച്ചത്. അക്ഷരാർത്ഥത്തിൽ ടീം UDF ഒരു കുടുംബമായി, ടീം UDF ഫാമിലിയായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു. നേതാക്കളും പ്രവർത്തകരും എല്ലാവരും. ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയത്തിനുള്ള ഒരു മാതൃകയാണ് കേരളത്തിലെ ടീം UDF എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തപ്പോൾ ശ്രീമതി സോണിയാഗാന്ധിക്കും ശ്രീ രാഹുൽ ഗാന്ധിക്കും ഒരു വാക്ക് നൽകിയിരുന്നു. കേരളത്തിലെ UDFനെ തിളക്കമാർന്ന വിജയത്തോടുകൂടി തിരിച്ചു കൊണ്ടുവരുമെന്ന്. ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിന്റെ നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. 10 വർഷത്തെ ദുർഭരണത്തിന് ജനം നൽകിയ ജനവിധിയാണിതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മുന്നണി ഒരു മനസ്സോടെയാണ് പ്രവർത്തിച്ചത്. 100 സീറ്റ് കിട്ടുമെന്നത് ആദ്യമേ പറഞ്ഞിരുന്നുവെന്നും പലരും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആയിഷ പൂറ്റിൽ തുടങ്ങി പല CPIM നേതാക്കളും UDFിലേക്ക് എത്തി. G സുധാകരൻ, കുഞ്ഞികൃഷ്ണൻ എല്ലാവരും വിജയത്തിന്റെ പാതയിലാണ്. തളിപ്പറമ്പിൽ ഭാര്യയെ നിർത്തിയതിനും തിരിച്ചടി കിട്ടിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അവർ നൽകിയിരിക്കുന്ന സന്ദേശം കേരള രാഷ്ട്രീയത്തിന് ഒരു വളരെ വ്യക്തമായിട്ടുള്ള സന്ദേശം ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരോടൊപ്പം UDFന് വോട്ട് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും. അത് അക്ഷരം പ്രതി ശരിയാണെന്ന് വരുത്തിക്കുന്നതാണ് പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും ധർമ്മടത്തെയും ഒക്കെ ഉൾപ്പെടെയുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇലക്ഷൻസിലേക്ക്. കേരളത്തിൽ കണ്ടത് സർക്കാരിനെതിരായ കൊടുങ്കാറ്റെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. ഇടതുപക്ഷത്തിന് മാത്രം വോട്ട് ചെയ്തിരുന്നവരും UDFന് വോട്ട് ചെയ്തു എന്നും AK ആന്റണി പറഞ്ഞു. അതിശക്തമായ ഒരു ആന്റി ഗവൺമെന്റ് സൈക്ലോൺ, ആന്റി ഗവൺമെന്റ് കൊടുങ്കാറ്റാണ്. ഈ കൊടുങ്കാറ്റിന്റെ ശക്തിയിലാണ് വോട്ട് രേഖപ്പെടുത്താൻ തുടങ്ങിയ കാലം മുതൽ, പോളിംഗ് ബൂത്തിൽ തുടങ്ങിയ കാലം മുതൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് മാത്രം വോട്ട് ചെയ്തിരുന്ന ഗണ്യമായ വിഭാഗം ഇടതുപക്ഷ ചിന്താഗതിക്കാരായ വോട്ടർമാർ ഇത്തവണ ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞ് UDFിന്റെ കൂടെ വന്നു. UDFിനുള്ള സ്നേഹത്തേക്കാൾ കൂടുതൽ ഇനിയും ഒരു തുടർഭരണം ഉണ്ടായാൽ കേരളത്തിൽ ഒരു മഹാദുരന്തമായിരിക്കും. ഇടതുപക്ഷത്തെ കൈവിട്ട് UDFന് വോട്ട് ചെയ്തു. ആ രണ്ടും കൂടെ വന്നപ്പോഴാണ് ഒരു സുനാമി അടിക്കുന്ന പോലുള്ള ഒരു അനുഭവം ഇത്തവണ LDF നേടാൻ കാരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDF പരാജയം കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. പൊതുവെ കേരളത്തിൽ നല്ല പരാജയമാണ് ഉണ്ടായത്. തോൽവിയെക്കുറിച്ച് വികാര പ്രകടനത്തിന്റെ ഭാഗമായി പറയേണ്ടതല്ല. വോട്ടിൽ കുറവുണ്ടായിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിലും ഓരോ പ്രദേശത്തും ആഴത്തിലുള്ള പഠനം നടത്തും. ഏതെങ്കിലും ഒരു മേഖലയിൽ വോട്ടുകൾ ഏകീകരിച്ചതല്ല പരാജയത്തിന് കാരണമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പൊതുവേ വോട്ടിൽ കുറവുണ്ടായിട്ടുണ്ട്. ആ കുറവ് ഉൾപ്പെടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒക്കെ പരിശോധിക്കേണ്ടിയുണ്ട്. ഓരോ മണ്ഡലത്തിലും ഓരോ പ്രദേശത്തും ഒക്കെ എങ്ങനെയാണ് ഒരു വികാര പ്രകടനത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടെന്ന് തോന്നുന്നത്. അത് സംബന്ധിച്ച് ഞങ്ങൾ വളരെ വിശദമായിട്ടുള്ള പരിശോധന നടത്തും. എന്തൊക്കെയാണ് ഞങ്ങൾ തിരുത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ ധാരണയോടുകൂടി ഫലപ്രദമായ നിലയിൽ തന്നെ പാർട്ടിയും സംഘടനാ പ്രവർത്തനത്തിലുള്ള മുന്നോട്ട് വിശദമായിട്ടുള്ള പരിശോധനയിൽ, ആഴത്തിലുള്ള പരിശോധനയിൽ മാത്രമേ മനസ്സിലാക്കാനാവൂ. അത് തീർച്ചയായിട്ടും പരിശോധിക്കും എന്നാണ് ഏകീകൃതമായ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുന്നത്. അത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ എല്ലാ വിശദാംശങ്ങളും ചേർത്ത് പരിശോധിച്ച് ഞങ്ങൾക്ക് എന്തൊക്കെയാണ് തിരിച്ചടിയായിട്ട് വന്നിട്ടുള്ളത് തോൽവി നമ്മൾ സമ്മതിക്കില്ലേ, അങ്ങനെ വന്ന തോൽവിയുടെ അടിസ്ഥാനം എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ട്
മാത്രമേ നമുക്ക് മനസ്സിലാക്കാനും അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുത്തി മുമ്പോട്ടേക്ക് പോകാൻ പാർട്ടിയെ പ്രാപ്തമാക്കാനും സാധിക്കുകയുള്ളൂ. ജനവിധി അംഗീകരിക്കുന്നുവെന്ന് കളമശ്ശേരിയിലെ LDF സ്ഥാനാർത്ഥി പി രാജീവ്. തിരിച്ചടി ഗൗരവതരമാണ്, തിരിച്ചടി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നത് വസ്തുതയാണെന്നും പി രാജീവ് പറഞ്ഞു. അപ്പോൾ ജനവിധി വിനയപൂർവ്വം അംഗീകരിക്കുന്നു. എന്നാൽ ജനവിധി കേരളത്തിൽ നിങ്ങൾക്കറിയാം പൊതുവെ കനത്ത തിരിച്ചടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. കളമശ്ശേരി മണ്ഡലം കഴിഞ്ഞ തവണ പിടിച്ചെടുത്തൊരു മണ്ഡലമാണ്. ഇത്തരമൊരു തിരിച്ചടിയുടെ പൊതുഘട്ടത്തിൽ അതിനെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും കേരളത്തിലാകെ മുന്നണിക്കുണ്ടായ തിരിച്ചടി അത് പൂർണ്ണമായിട്ടും പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒന്നും അല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ജനങ്ങൾ മറ്റൊരു രീതിയിലാണ് വിധി എഴുതിയിട്ടുള്ളത്. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളും. ആവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്തി ആവശ്യമായിട്ടുള്ള മറ്റ് നടപടികളിലേക്ക് പിന്നീട് പോകും എന്നാണ് കാണുന്നത്. ഇടുക്കിയിൽ CPIM-നുണ്ടായത് സംസ്ഥാനത്തുണ്ടായ തോൽവിയുടെ ഭാഗമാണെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായെന്ന് കരുതുന്നില്ല എന്നും CV വർഗീസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുണ്ടാവുന്ന കേരളത്തിലാകെ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഭാസം ഇടുക്കി ജില്ലയിലും ബാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിലുണ്ടായിട്ടുള്ള സ്ഥിതികളെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വം വളരെ വ്യക്തമായ നിലപാട് പറയും. തീർച്ചയായും തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതി സംബന്ധിച്ച് പരിശോധിക്കും. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള കുറവുകൾ ഏതാണെന്ന് കണ്ടെത്തും, പരിഹരിക്കപ്പെടും. ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ഏതൊരു വിലയിരുത്തലിൽ പാടിയിട്ടുണ്ടെന്നുള്ള യാതൊരു അഭിപ്രായം സ്വീകരിക്കുന്നില്ല. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും അക്കൗണ്ട് തുറന്ന് BJP. കേരളം ഉറ്റുനോക്കിയ നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് V മുരളീധരനും ചാത്തന്നൂരിൽ BB ഗോപകുമാറും അട്ടിമറി വിജയമാണ് നേടിയത്. LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLA-യുമായ V ശിവൻകുട്ടിയെ അട്ടിമറിച്ചാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചരിത്ര വിജയം നേടിയത്. 3800 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് രാജീവ് ചന്ദ്രശേഖർ നേമത്ത് വിജയക്കൊടി പാറിച്ചത്. കഴക്കൂട്ടത്ത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അവസാന ലാപ്പിൽ മലർത്തിയടിച്ചാണ് മുരളീധരൻ വിജയിച്ചു കയറിയത്. ചാത്തന്നൂരിലെ BB ഗോപകുമാറും വിജയിച്ചതോടെ കേരള നിയമസഭയിൽ BJPക്ക് ഇനി 3 അംഗങ്ങളുണ്ടാകും. എല്ലാ എക്സിറ്റ് പോളുകളുടെയും ഫലം തെറ്റിച്ചായിരുന്നു ചാത്തന്നൂർ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി BB ഗോപകുമാർ വിജയിച്ചത്. R രാജേന്ദ്രനായിരുന്നു LDF സ്ഥാനാർത്ഥി, സൂരജ് രവിയായിരുന്നു UDF സ്ഥാനാർത്ഥി. 2016-ലും 2021-ലും BJP 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലമായിരുന്നു ചാത്തന്നൂർ. ആ 2 വട്ടവും ഗോപകുമാർ തന്നെയായിരുന്നു NDA സ്ഥാനാർത്ഥി. ജനങ്ങൾ തന്ന അവസരത്തിന് നന്ദിയെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 10 കൊല്ലം ഭരിച്ച CPM അവരുടെ അഴിമതിയും ശബരിമല കൊള്ളയും ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി ജനങ്ങൾ മടുത്തു. അപ്പോൾ ഈ ഇലക്ഷൻ ഒരു ആന്റി CPM ഇലക്ഷൻ ആയിരുന്നു. ഈ ഇലക്ഷൻ ഇന്ത്യ അലയൻസിന്റെ എതിരെയായിരുന്നു. അത് വെസ്റ്റ് ബംഗാൾ ആണോ, തമിഴ്നാടാണോ, കേരളമാണോ, 3 സ്ഥലത്തും NDA-ന്റെ എതിരെയാണ് ഒരു മാൻഡേറ്റ്. നാടിനു വേണ്ടി, നിയമത്തിനു വേണ്ടി, കേരളത്തിനു വേണ്ടി പ്രവർത്തിക്കും എന്ന് ഞാൻ ഇന്ന് വാഗ്ദാനം തരുന്നു, ഉറപ്പു തരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. CPIM-നെ ഞെട്ടിച്ച് പാർട്ടി കോട്ടകളായ പയ്യന്നൂരിലും തളിപ്പറമ്പിലും അമ്പലപ്പുഴയിലും വിമതർക്ക് ജയം. പാർട്ടിയെ വിമതർ ശരിക്കും തിരുത്തി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഹൃദയഭൂമിയിലെ 3 സീറ്റുകൾ പിടിച്ചെടുത്തത് CPM-ന് ഉന്നത പദവികൾ വഹിച്ച 3 നേതാക്കളാണ്. MV രാഘവന് പോലും സൃഷ്ടിക്കാൻ കഴിയാതിരുന്ന ചലനമാണ് ഇത്തവണ സംസ്ഥാനത്ത് 3 നേതാക്കൾ ചേർന്നുണ്ടാക്കിയത്. എല്ലാവരും പാർട്ടിയെ തിരുത്താൻ ഇറങ്ങിയവർ. അതിൽ ഏറ്റവും പ്രധാനം പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണന്റെ വിജയമാണ്. രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു എന്നാരോപിച്ച് പാർട്ടിയെ കൈയടക്കിയ MLA-ക്കെതിരെ രംഗത്ത് വന്ന കുഞ്ഞികൃഷ്ണനെ വിരട്ടിയും അപമാനിച്ചും ആക്ഷേപിച്ചും ഇല്ലാതാക്കാമെന്ന് കരുതിയ CPM-ന് തെറ്റി. ആരോപണ വിധേയനായ MLA-യെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി 1 ഇഞ്ച് പിന്നോട്ടില്ല എന്ന ധാർഷ്ട്യം പ്രകടിപ്പിച്ചു. പാർട്ടി കോട്ടയിൽ നിന്ന് മാത്രം 25,000 വോട്ടുകളാണ് കുഞ്ഞികൃഷ്ണൻ ചോർത്തിയത്. സ്വന്തം സീറ്റ് ഭാര്യയ്ക്ക് തീരെഴുതിയ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ പടയൊരുക്കം നടത്തി പുറത്തുവന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു TK ഗോവിന്ദനും CPIM-ന് കടുത്ത തിരിച്ചടിയാണ് നൽകിയത്. അമ്പലപ്പുഴയിലെ G സുധാകരന്റെ മിന്നും വിജയവും പാർട്ടിക്ക് ക്ഷീണമായി.
കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാണം കെട്ട തോൽവിയുമായി കേരള കോൺഗ്രസ് മാണി വിഭാഗം. മത്സരിച്ച 12 സീറ്റിലും കേരള കോൺഗ്രസ് എം തോറ്റു. 12 സീറ്റിലും പരാജയം ഏറ്റുവാങ്ങിയതോടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പരാജയമായി മാറിയിരിക്കുകയാണ് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ്. പാലയിൽ ജോസ് കെ മാണിക്ക് 47,808 വോട്ടുകളാണ് നേടാൻ സാധിച്ചത്. എതിർ സ്ഥാനാർത്ഥി മാണി സി കാപ്പന് 50,799 വോട്ടുകളും ലഭിച്ചു. ഇടുക്കി ജില്ലയിൽ ചരിത്ര വിജയം നേടി UDF.